പാലാ എം.എൽ.എ. മാണി സി കാപ്പന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ. ജനറൽ ആശുപത്രിയുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന എം.എൽ.എയുടെ നിലപാടിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. നാടിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന എം.എൽ.എയുടെ സമീപനം പൊതുജനങ്ങളുടെ മുൻപിൽ തുറന്നു കാണിക്കുമെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. പാലാ ജനറൽ ആശുപത്രിയിൽ റേഡിയേഷൻ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനം ആരംഭിച്ചാൽ സമീപ പ്രദേശത്തുള്ളവർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെന്നായിരുന്നു മാണി സി കാപ്പൻ എം.എൽ.എയുടെ നിലപാട്. ഇത് ആശുപത്രിയിലെത്തുന്ന ക്യാൻസർ രോഗികൾക്ക് ചികിത്സ നിഷേധിക്കുന്ന എം.എൽ.എയുടെ സമീപനത്തിന്റെ ഭാഗമാണെന്ന് ഡിവൈഎഫ്ഐ ആരോപിക്കുന്നു. ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു എം.എൽ.എ. ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിന്റെ ഭാഗമായി നടന്ന പ്രതിഷേധ ധർണ CPIM പാലാ ഏരിയ സെക്രട്ടറി സജേഷ് ശശി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വരുന്ന രോഗികൾക്ക് ആശ്വാസകരമാകുന്ന വിധത്തിൽ ക്യാൻസർ രോഗ ചികിത്സാ സംവിധാനം ഈ ആശുപത്രിയിൽ നിന്ന് സജ്ജമാക്കിയിരിക്കുന്നു. ആ ക്യാൻസർ രോഗ ചികിത്സ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നതിന്, അതിനെ വിപുലീകരിക്കുന്നതിന് വേണ്ടി ഒട്ടനവധി ഇടപെടലുകളാണ് ഈ കാലയളവിൽ കേരളത്തിലെ ഗവൺമെന്റ് ഈ പാലാ ജനറൽ ആശുപത്രിക്ക് വേണ്ടി ചെയ്തു നൽകിയിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റും പ്രിയപ്പെട്ട ജോസ് കെ മാണി എംപിയും നിലപാട് സ്വീകരിക്കുമ്പോൾ ആ നിലപാടുകൾക്കാകെ തുറക്കം വയ്ക്കുന്ന നിലപാട് തുടർച്ചയായി പാലായുടെ എം.എൽ.എയുടെ ഭാഗത്തു നിന്നുണ്ടാകുകയാണ്. പ്രതിഷേധ ധർണയിൽ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം ജെറി അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോർജ്, ഡിവൈഎഫ്ഐ നേതാക്കളായ വിഷ്ണു NR, രഞ്ജിത്ത് സന്തോഷ് ഉൾപ്പെടെയുള്ളവർ സമരത്തിന് നേതൃത്വം നൽകി. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.